വി.ഡി. സതീശൻ പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കുന്നു എന്ന വാർത്തകൾ വരാൻ തുടങ്ങിയിട്ട് എത്ര നാളായി നോക്കൂ നിങ്ങൾ. വി.ഡി. സതീശൻ മാധ്യമ സമ്മേളനത്തിൽ വന്നിരുന്നു കൊണ്ട് ഈ സർക്കാർ എന്തു തെറ്റാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആരാണ് ഈ വിഴിഞ്ഞം പദ്ധതിയിൽ ശക്തമായി നിങ്ങളിലേക്ക് ആക്രമണങ്ങളെ കൊണ്ടുവന്നത്, ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയത് എന്ന ചോദ്യത്തിന് ഒരക്ഷരം പോലും മിണ്ടാൻ സാക്ഷാൽ വി.ഡി. സതീശന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? പാർട്ടിക്കകത്തെ പാളയത്തിനകത്തെ പട തന്നെയാണ് അതിന് കാരണം എന്നുള്ളത് കൊണ്ട് നാക്കുയർത്തി മിണ്ടാൻ സതീശന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിലാകട്ടെ, വിഴിഞ്ഞം തുറമുഖത്തിന്റെ കേസിലാകട്ടെ, ഏതു കാര്യത്തിലാണെങ്കിലും വി.ഡി. സതീശൻ പാർട്ടിയിൽ ആലോചിക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനെ പാർട്ടി ശക്തമായി പാർട്ടിക്കകത്തു തന്നെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ തവണയും വി.ഡി. സതീശൻ പിന്നീട് നടത്തുന്ന നിലപാട് മാറ്റം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല തന്നെ. എത്ര സമയത്താണ് അതിശക്തമായ തീരുമാനങ്ങളിൽ നിന്ന് വി.ഡി. സതീശന് തിരിച്ചോടേണ്ടി വരുന്നത്? പാർട്ടി കൂടെയില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ. UDF-ൽ ആലോചിക്കാതെയാണ് വി.ഡി. സതീശൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് എന്നുള്ളതിന് തെളിവുകൾ എത്രയാ? എത്ര തെളിവുകൾ വേണം നമുക്ക്? ഓരോ സമയത്തും മദ്യത്തിന്റെ കാര്യത്തിൽ എക്സൈസ് മന്ത്രിയോട് ആലോചിച്ചിട്ടില്ല. ദേവസ്വം വകുപ്പിൽ എന്നോട് ആലോചിക്കാതെയാണ് ശശാദ്രിയെ നിയമിച്ചത് എന്ന് പറയുന്ന വലിയ പ്രശ്നങ്ങൾ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കെ മുരളീധരൻ പോലും പറയുന്നത് അത് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദിക്കൂ എന്ന ദേവസ്വം മന്ത്രിയുടെ മറുപടി പോലും അതിന് തെളിവായിരുന്നു. അങ്ങനെ എത്ര സ്ഥലത്താണ് പാർട്ടിക്കകത്തുള്ള ക്യാബിനറ്റിനകത്തുള്ള മന്ത്രിമാരുടെ പ്രസ്താവനകൾ സതീശനെ ഒറ്റപ്പെടുത്തി വെടക്കാക്കി തനിച്ചാക്കി ഇരുത്തിയിരിക്കുന്നത്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട എന്നുള്ളതാണ്. സതീശൻ പാർട്ടിക്ക് അതീതനായി UDF-നെ കൈപ്പിടിയിലൊതുക്കി കൊണ്ടുപോകും എന്നുള്ള എല്ലാ തോന്നലുകളും ഉള്ളത് കൊണ്ട് തന്നെയാണത്. പാർട്ടിയില്ല, കോൺഗ്രസ് എന്ന പാർട്ടി നിശബ്ദമായി പോയിരിക്കുന്നു. ആകെ ഉള്ളത് ഒരു സർക്കാർ മാത്രമാണ്. ആ സർക്കാരിനകത്ത് കൃത്യമായി കാര്യങ്ങൾ ആലോചിക്കാതെ ലീഗ് എന്ന ഒരൊറ്റ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കൂടെ നിർത്തി സതീശൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് തിരിഞ്ഞു കുത്തുന്ന പാർട്ടി പ്രവർത്തകർ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര കാര്യങ്ങളിൽ VM സുധീരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞെടുത്തു തന്നെ കാര്യങ്ങൾ എത്തിപ്പെടുന്നു എന്നുള്ളതാണ്. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം തുറന്നടിക്കുന്നത് നമ്മൾ കണ്ടില്ലേ? എത്രയും വേഗം കോൺഗ്രസ് പ്രദേശ് കമ്മിറ്റി വലിയ രീതിയിലുള്ള മീറ്റിങ്ങുകളിലേക്ക് വരണം, പാർട്ടി യോഗങ്ങളിലേക്ക് തിരിച്ചെത്തണം. ഒരു അംശം പോലും അതിനകത്ത് താമസം വെച്ചുകൂടാ എന്ന സാക്ഷാൽ KC പോലും പറഞ്ഞതെല്ലാം വി.ഡി. സതീശന്റെ ഒറ്റയാനായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ പോക്കുണ്ടല്ലോ, അത് വലിയ രീതിയിൽ ഒഴിവാക്കിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്.